നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി നടപടി സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ആവശ്യം അംഗീകരിച്ച് ഡൽഹി ഹൈക്കോടതി. ജസ്റ്റിസ് സുധീർ കുമാറിന്റെ അവധിക്കാല ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇഡി സമർപ്പിച്ച വസ്തുക്കൾ വേണ്ടവിധം പരിശോധിക്കാതെയാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കഴിഞ്ഞ ദിവസം മദ്യനയ അഴിമതി കേസിൽ തന്റെ ജാമ്യാപേക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി നടപടിക്കെതിരെ ഇഡി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇത് പരിഗണിക്കവെയാണ് കോടതി കെജ്രിവാളിന്റെ ജാമ്യം താൽക്കാലികമായി റദ്ദാക്കി ഹർജി വിധി പറയാനായി മാറ്റിയത്. തന്റെ ജാമ്യത്തിനെതിരായ ഹർജി പരിഗണിച്ച ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നും നടപടി വസ്തുനിഷ്ഠമായ മാനദണ്ഡ പ്രകാരമല്ല എന്നും അതിനാൽ ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് നിലനിൽക്കുന്നില്ല എന്നും കെജ്രിവാൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. കേസ് പരിഗണിക്കണമെന്ന ആവശ്യം കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന് കഴിഞ്ഞ 20-നായിരുന്നു വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത്. ഇഡിയുടെ വാദങ്ങൾ വിശദമായി പരിശോധിക്കാതെയാണ് വിചാരണ കോടതിയായ റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചതെന്ന് വ്യക്തമാക്കിയ അന്വേഷണ ഏജൻസി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വാദം പൂർത്തിയാക്കുന്നതുവരെ ജാമ്യത്തിന് താൽക്കാലിക സ്റ്റേ അനുവദിച്ച ഹൈക്കോടതി ഇന്നാണ് വിധി പ്രഖ്യാപിച്ചത്. ഇതിനിടെ സുപ്രീം കോടതിയെ സമീപിച്ച ജയിലിൽ മോചിതനാകാൻ കെജ്രിവാൾ ശ്രമം നടത്തിയെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണ് എന്ന് സുപ്രീം കോടതിയും നിലപാട് അറിയിച്ചിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയുടെ വിധി കെജ്രിവാളിന് തിരിച്ചടിയാവുകയായിരുന്നു.